ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ ഒരു പ്രോഗ്രാമിൽ ഈ SQRT എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉപയോഗിച്ച് ഒരു നമ്പറിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തിയായിരുന്നു. അപ്പോൾ ഈ SQRT എന്ന് പറയുന്നത് അതൊരു ഫങ്ഷനാണ്, സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഫങ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്തപ്പോൾ math.h എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ പ്രോഗ്രാമിൽ ആഡ് ചെയ്തായിരുന്നു. #include stdio.h എന്ന ഹെഡർ ഫയലിൻ്റെ താഴെയായിട്ട് math.h എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടായിരുന്നു പ്രോഗ്രാമിൽ ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അപ്പോൾ ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും വേരിയബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ തന്നെ ന്യൂമറിക്കൽ വാല്യൂ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ പർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണോ അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ കുറേ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് കൊടുത്തിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ് ഈ math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പോൾ ഈ math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ സ്ലൈഡിലും അടുത്ത 2 സ്ലൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് സാധാരണ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായി math.h എന്ന ഹെഡർ ഫയലും കൂടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഫങ്ഷൻസ് അത് റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ സിൻടാക്സ് എറർ എന്നൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ ഈ SQRT എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടെത്താനുള്ള ഫംഗ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ sin 30ൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ സൈൻ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേരിയബിൾ ആവാം, അതല്ല എന്തെങ്കിലും വാല്യൂ തന്നെ നമുക്ക് കൊടുക്കാം, അതല്ല എന്തെങ്കിലും ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതിൻ്റെ സൈൻ എടുത്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് റേഡിയൻസിലായിരിക്കണം എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഗ്രീസിലല്ല കൊടുക്കേണ്ടത്, ആംഗിൾ കൊടുക്കേണ്ട ഡിഗ്രീസിലല്ല, റേഡിയൻസിലാണ് ആംഗിൾ കൊടുക്കാൻ, എന്നാൽ മാത്രമേ കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. അങ്ങനെ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് നാച്ചുറൽ ലോഗ് കണ്ടെത്താനായിട്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ലോഗ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ബേസ് 10 ലോഗിൻ്റെ അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ലോഗ് 10 എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊന്നുകിൽ എന്തെങ്കിലും വേരിയബിളിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനെ തന്നെ എന്തെങ്കിലും എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ആ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ്റെ അകത്തുള്ള ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അതല്ല എങ്കിൽ ഡയറക്റ്റായിട്ടൊരു ന്യൂമറിക്കൽ വാല്യൂ തന്നെ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഔട്ട്പുട്ട് എടുക്കുന്നത്. പിന്നെ അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈ POW എന്ന് പറഞ്ഞാൽ, അതായത് പവർ ഓഫ് കണ്ടെത്താനുള്ള ഈ x⁻y, ഇതാ ഈ കാണുന്ന ഈ ടേമായ x⁻y എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ഫോമാറ്റിലുള്ള നമ്പേഴ്സിൻ്റെ വാല്യൂ എടുക്കണമെങ്കിൽ നമുക്ക് ഈ POW എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇത് വളരെ കാഷ്വലായിട്ട് നമ്മൾ എപ്പോഴും യൂഷ്വലായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഈ POW എന്ന് പറയുന്നത്, പവർ ഓഫ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് വേണം, അതുകൊണ്ടാണ് x, y എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ വേരിയബിൾസ് തന്നെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം, അതല്ല എങ്കിൽ വേരിയബിൾസിൻ്റെ പേര് എക്സും വൈയും ആയിരിക്കണമെന്നില്ല, ഇഷ്ടമുള്ള പേര് നമുക്ക് വേരിയബിൾസിന് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. അതല്ല എങ്കിൽ കറക്റ്റ് വാല്യൂ തന്നെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. POW എന്ന് എഴുതി ഫംഗ്ഷൻ്റെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 12,8 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവം റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ 12⁸ അതിനെയാണ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12⁸ എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ POW എന്ന് എഴുതിയിട്ട് ആ ഫംഗ്ഷൻ്റെ നെയിം എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 12,8 എന്ന് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 12⁸ അതിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ പവർ ഓഫ് ഒരു വാല്യൂൻ്റെ പവർ ഓഫ് വാല്യൂ കണ്ടെത്താനായിട്ട് POW എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ math.h എന്ന ഹെഡർ ഫയൽ നിർബന്ധമായും യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതാണ് EXP എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് e⁻x, ഈ ടേം e⁻x അതിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് ഈ EXP എക്സ്പൊണൻഷ്യലിൻ്റെ EXP എന്ന
ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് എഫ് അബ്സല്യൂട്ടിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് FABS എന്നുള്ളത്. അത് എഫ് അബ്സല്യൂട്ട് എന്നുള്ള സംഭവമാണ്. അതായത് അബ്സല്യൂട്ട് വാല്യൂ. ഇപ്പോൾ നെഗറ്റീവ് നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കൊടുക്കുന്നതെങ്കിലും പോസിറ്റീവ് വാല്യൂ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. അതായത് എന്താണോ ഈ ബ്രാക്കറ്റിനകത്ത് എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പോസിറ്റീവാണ് കൊടുക്കുന്നതെങ്കിലും പോസിറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതിനാണ് FABS എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 2-3 എണ്ണത്തിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ പ്രോഗ്രാം പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഞാൻ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ഓരോ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5, ദ വാല്യൂ ഓഫ് 12^5, ദ വാല്യൂ ഓഫ് e^8, ദ സ്ക്വയർ റൂട്ട് ഓഫ് 250 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ %.2f എന്ന ടേമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. %.2f. അപ്പോൾ ഈ %.2f എന്ന് പറയുന്ന ആ ടേമിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഈ ടേമിൻ്റെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടേം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ -5 എന്നതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ FABS എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ FABS എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് -5 എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു വേരിയബിളിൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. അതല്ല എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ, ഡയറക്റ്റായിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ -5 എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും അതിനെ പോസിറ്റീവ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 5.00 എന്നായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ %d കൊടുത്താൽ ഇവിടെ വർക്ക് ആവത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ എന്ന രീതിയിലാണ്, കൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് %d കൊടുത്താൽ ഇത് വർക്ക് ആവത്തില്ല. %f തന്നെ കൊടുക്കണം. ഒന്നീ %f എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ %.2f എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ആക്കിയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ FABS എന്ന് പറഞ്ഞ് -5 ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് വാല്യൂ ആക്കി ഔട്ട്പുട്ടായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ 12^5 എന്നതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി POW എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 12,5 എന്ന് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ഈ %.2f എന്ന് പറയുന്ന ആ ടേമിൻ്റെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ വാല്യൂ ആണ് ഇതാ ഈ 2,48,832 എന്ന വാല്യൂ. അത് 12^5ൻ്റെ വാല്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെ EXP8, അതായത് e^8 അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് EXP എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 8 എന്ന് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ അപ്പം അതിൻ്റെ വാല്യൂ 2980.96 എന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ 250യുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് SQRT എന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 250 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഈ ടേമിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് 15.81 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ മാത്തമാറ്റിക്കൽ അതിൻ്റെ വാല്യൂസ് കണ്ടെത്താനായിട്ട് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എല്ലാം math.h എന്ന ഹെഡർ ഫയലിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ എക്സാമിന് math.h എന്ന ഹെഡർ ഫയലിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്ന് തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസൊക്കെ നമുക്ക് യൂസ്ഫുള്ളായി വന്നു നിൽക്കും, ഉപയോഗത്തിൽ വന്നു എന്ന് പറയാം. എസ്പെഷ്യലി ഈ POWയും SQRT ഒക്കെയാണ് സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഉപയോഗം വരുന്നത്. അപ്പോൾ ഇനി ഇത് മാത്രമല്ല, ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മാത്രമല്ല, ഇനിയും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്കൊരു 2-3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അതിനകത്തേതാണ് ഈ fmod എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയെന്ന് പറഞ്ഞാൽ fmod എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 ഇൻപുട്ട് വാല്യൂസും കൂടെ കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും വേരിയബിൾസ് 2 വേരിയബിൾസ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം, അതല്ല എങ്കിൽ എക്സാക്റ്റ് ഒരു ന്യൂമറിക്കൽ വാല്യൂ തന്നെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. ഈ fmod എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് fmod എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ % എന്ന് പറയുന്ന ഒരു സിമ്പിളുണ്ട്. നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു മോഡുലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ പഠിച്ചായിരുന്നു. ഇത് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ 10% 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ, ആ റിമൈൻഡർ എത്രയാണോ അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ 10% 3 എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതായത് 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതായിരിക്കും ഈ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡിന് ഈ % ഉപയോഗിച്ച് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ 2 നമ്പേഴ്സും അല്ലെങ്കിൽ 2 വേരിയബിൾസ്, ഇവിടെ നമ്പേഴ്സോ വേരിയബിൾസോ കൊടുക്കാം. അപ്പോൾ ഈ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് എന്നുള്ളത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ളതായിരിക്കണം. അങ്ങനെ 2 ഇൻറ്റീജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ %
പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു മോഡുലസ് എന്ന് പറയുന്ന ആ സിമ്പൽ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള, അതായത് ഡെസിമൽ പോയിൻ്റുള്ള വാല്യൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കാറുള്ളത് ഈ 11.3% എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പെർസെൻറ്റേജ് എന്ന സിമ്പൽ യൂസ് ചെയ്ത് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ എറർ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഇവിടെ രണ്ട് വാല്യൂവും ഇൻറ്റീജർ നമ്പർ ആയിരുന്നാൽ മാത്രമേ ഈ പെർസെൻറ്റേജ് സിമ്പൽ ഉപയോഗിച്ച് റിമൈൻഡർ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഉള്ളതുകൊണ്ട് 11.3 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻ്റുള്ള നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എഫ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് എ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ = f mod ബ്രാക്കറ്റിൻ്റെ അകത്ത് 11.3, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ 11.3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതായിരിക്കും ഈ എഫ് മോഡ് 11.3, 3 എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ട് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. എ എന്ന് പറയുന്നത് 2.3 എന്ന് കിട്ടും. അതായത് 11.3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 2.3 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ രണ്ട് വാല്യൂവിലും ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട് എങ്കിലും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ 11.3യെ 3.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.7 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വാല്യൂ എത്രയാണോ അതിനെ ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി. അതല്ല എങ്കിൽ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതിനെ നേരിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് എഫ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു ഡെസിമൽ പോയിൻ്റുള്ള നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണ് എന്ന് കണ്ടെത്താനുള്ള ഫംഗ്ഷനാണ് എഫ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് സാധാരണ ഈ പെർസെൻറ്റേജ് സിമ്പൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മേ ബി ഒരു നമ്പറോ അല്ലെങ്കിൽ രണ്ട് നമ്പറിലും ഡെസിമൽ പോയിൻ്റ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എഫ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഹെഡർ ഫയലായിട്ട് math.h എന്ന ഹെഡർ ഫയൽ നമ്മൾ നിർബന്ധമായും ആഡ് ചെയ്തിരിക്കണം. ഇനി അതുപോലെ 2-3 കൂടെ നോക്കാം. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സീൽ എന്നും ഫ്ലോർ എന്നും പേരുള്ള രണ്ട് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ സീൽ എന്ന് പറഞ്ഞാൽ? സീലിംഗ് എന്ന് നിങ്ങൾ കേട്ടുകാണല്ലോ. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ സീലിംഗ് എന്ന് പറഞ്ഞൊക്കെ സംഭവം നിങ്ങൾ പഠിച്ചു കാണും. ഈ സീലിംഗ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മുകളിലത്തെ തട്ട് അല്ലെങ്കിൽ മേൽക്കൂര എന്നൊക്കെ പറയാം സീലിംഗ് എന്ന് പറയുന്നത്. ഈ ഫ്ലോർ എന്തോന്നാണ്? ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ എന്ന് വേണമെങ്കിൽ പറയാം. താഴത്തെ ഭാഗം അല്ലെങ്കിൽ തറ എന്നൊക്കെ പറയാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ സീലും ഫ്ലോറും എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് വാല്യൂസിനെ, ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസിനെ റൗണ്ട് ചെയ്ത് ഇൻറ്റീജർ വാല്യൂസ് ആക്കാൻ വേണ്ടിയാണ്. ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസിനെ റൗണ്ട് ചെയ്ത് ഇൻറ്റീജർ വാല്യൂസ് ആക്കാൻ വേണ്ടിയാണ് ഈ സീലും ഫ്ലോറും ഉപയോഗിക്കുന്നത്. സീൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആ ഡെസിമൽ പോയിൻ്റുള്ള വാല്യൂവിനെ ഒരു അപ്പർ ഇൻറ്റീജറായിട്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. സീൽ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, മേൽക്കൂര എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അപ്പർ ഇൻറ്റീജറായിട്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സീൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതേസമയം ഫ്ലോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ആ നമ്പറിൻ്റെ, ആ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള, അതായത് ഡെസിമൽ പോയിൻ്റുള്ള നമ്പറിനെ ഒരു ലോവർ ഇൻറ്റീജറായിട്ട് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാനായിട്ട്. ഇവിടെ ജസ്റ്റ് printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ദ വാല്യൂ ഓഫ് ഇസഡ് ഈസ് %.2f എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം 0.2f എന്നേ നമുക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. റൗണ്ട് ചെയ്ത് ഇൻറ്റീജർ ആക്കുന്നു എങ്കിൽ പോലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ് ഔട്ട്പുട്ട് എന്ന് കിട്ടുന്നത് എന്ന രീതിയിലാണ് ഈ ഫംഗ്ഷൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ %d ഉപയോഗിക്കാൻ പറ്റത്തില്ല. %.2f അല്ലെങ്കിൽ %f ഒക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ സീൽ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 11.3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 11.3യെ അപ്പർ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് റൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഈ സീൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 11.3യുടെ അപ്പർ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 11 കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 12 ആണ്. ഹയർ അപ്പർ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഈ നമുക്ക് ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് 12.00 എന്നായിരിക്കും. അതായത് ഒരു അപ്പർ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് റൗണ്ട് ചെയ്തു. അതേസമയം ഇവിടെ ഫ്ലോർ 11.9 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ലോവർ ഇൻറ്റീജർ ആയിട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 11.9 സത്യം പറഞ്ഞാൽ 12 ആയിട്ട് റൗണ്ട് ചെയ്യാനാണ് ഈസി. പക്ഷേ ഇവിടെ നമ്മൾ ഫ്ലോർ എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ലോവർ ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 11.9 ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 11 എന്നായിരിക്കും. അതായത് ലോവർ ഇൻറ്റീജർ ആയിട്ട് റൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അപ്പർ ഇൻറ്റീജറായിട്ടും ലോവർ ഇൻറ്റീജറായിട്ട് റൗണ്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ സീൽ എന്ന് പറയുന്ന ഫംഗ്ഷനും ഫ്ലോർ എന്ന് പറയുന്ന ഫംഗ്ഷനും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ math.h എന്ന ഹെഡർ ഫയലിലാണ് ഉള്ളത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം, അതല്ല എങ്കിൽ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ നോക്കും. ഞാനിവിടെ ഒരു വേരിയബിളിലോട്ടൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല, ഇത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഈ ടേമിന് പകരം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ സിയിലും ഫ്ലോറും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനും കൂടെ ഈ math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഉപയോഗിക്കും. പറയാം നമുക്ക് റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. റൗണ്ട് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു വാല്യൂ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ നിയറസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ആയിട്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെയും ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ റൗണ്ട് എന്ന് എഴുതിയിട്ട് 11.3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 11.3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ 11 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 11 എന്ന സംഭവമാണ്. അതേസമയം ഇവിടെ റൗണ്ട് എന്ന് പറഞ്ഞാൽ 11.9 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിയറസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിന് ഇതിൻ്റെ 11.9നെ നിയറസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ആയിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ 11 ആയിട്ട് റൗണ്ട് ചെയ്യത്തില്ല, 12 ആയിട്ട് റൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 12.00 എന്നായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ വാല്യൂ അല്ല. ആക്ച്വലി ഇൻറ്റീജറാണ് വാല്യൂ എങ്കിലും അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് %f എന്നുള്ള സംഭവം തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. %d റെപ്രസെൻറ്റ് ചെയ്ത എറർ കാണിക്കുകയുണ്ട്. അപ്പോൾ ആക്ച്വലി വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജർ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻറ്റീജറാണ് എങ്കിൽ പോലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉപയോഗം. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഇത്രയും ഫംഗ്ഷൻ മാത്രമല്ല, ഇനിയും ഒരുപാട് ഫംഗ്ഷൻസ് ഈ math.h എന്ന് പറയുന്ന ഹെഡർ ഫയലുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഇവയൊക്കെയാണ്. അപ്പം എക്സാമിന് മേ ബി മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഈ math.h എന്ന ഹെഡർ ഫയലിൽ ഉപയോഗിക്കുന്ന ഒരു 5-6 ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ എഫ് മോഡ് ഉണ്ട്. എഫ് മോഡ് എന്ന് പറയുന്നത് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ മോഡുലസ് അത് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയാത്ത റിമൈൻഡറൊക്കെ, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടെത്തണമെങ്കിലൊക്കെയാണ് ഈ എഫ് മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ സിയിൽ ഫ്ലോർ, പിന്നെ റൗണ്ട്, അങ്ങനത്തെ ഫംഗ്ഷൻസ്. പിന്നെ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത ഇത്രയും ഫംഗ്ഷൻസ്. ഇതിൽ POW ഒക്കെയാണ് സാധാരണ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാം. താങ്ക് യു.